കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തൊഴണ്ടേ? എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ആ വിശ്വരൂപത്തിൽ നിന്ന് എന്താണ് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കി തൊഴാം. ഇപ്പോൾ എന്തായാലും എല്ലാവരും ഗുരുവായൂർക്ക് എത്തൂ. ഗുരുവായൂർ വന്നാൽ ഈ പറഞ്ഞ പോലെ ആദ്യം തൊഴേണ്ടുന്ന സ്ഥലം അത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അവിടെ നമ്മുടെ ആ പുറത്ത് കിഴക്കേ നടയിൽ ഗണപതി ഉണ്ട്. ആ ഗണപതിനെ വന്ന് തൊഴുത് പിന്നീടാണ് ഗുരുവായൂരപ്പനെ കാണാൻ പോവേണ്ടത് ശരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ആ ഗണപതിനെ കണ്ട് തൊഴുത് ഇനി നമുക്ക് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് അങ്ങോട്ട് കയറാം. ആ ഗോപുരവാതിലൊക്കെ അങ്ങനെ കയറിയിട്ട് നമുക്ക് ആ വാതിൽപ്പടിയുടെ അവിടെ എത്താം. ആ വാതിൽപ്പടിയിൽ അവിടെ വന്നിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? വരൂ കേട്ടോ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ടേ ആ ഒരൊറ്റ മന്ത്രം മതിയല്ലോ നമുക്കിങ്ങനെ ജീവിക്കാൻ. ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുഖ കമലം നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലിങ്ങനെ ഉണ്ടാവണം ഏത് സമയത്തും. നാരായണ നാരായണ എന്നിങ്ങനെ ജപിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം ഇങ്ങനെ മനസ്സിൽ വരണം. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ വന്ന് നേരെ അങ്ങോട്ട് കയറുമ്പോൾ നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിൻ്റെ അവിടേക്കൊന്ന് നോക്കിയിട്ട് മനസ്സാ സ്മരിക്കുക. അതും കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്തെ വലത്തെ സൈഡിൽ തൂണിൻ്റെ മുകളിലേക്ക് ഒന്ന് നരസിംഹരൂപത്തെ കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് തൊട്ട് തൊഴാം. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ദീപപ്രഭയിൽ, ആ നെയ്വിളക്കിൻ്റെ ദീപപ്രഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ആദ്യം തന്നെ കാഴ്ച കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വലിയ താമരയാണ്. താമര അങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ആ താമര അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രണ്ട് കാലും ഇങ്ങനെ പിണച്ച് നിൽക്കുന്ന കാൽത്തളകളൊക്കെ ഇങ്ങനെ കാണുന്നു. ആ പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് ആ കുമ്പയുടെ മുകളിൽ ഇങ്ങനെ കിങ്ങിണി ഇങ്ങനെ പറ്റി കിടക്കണു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വരുന്നു. മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ മാല അതാണ്ട് ആ തിരുമുടി മാലകളുണ്ട്. ആ മാറത്ത് നല്ല ആ ഉണ്ടമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്നും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും അത് അങ്ങനെ കാണുന്നു. അതൊക്കെ കണ്ടിങ്ങനെ നോക്കുമ്പോൾ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകളൊക്കെ ഇങ്ങനെ ഉണ്ട്. ആ വേണുഗോപാലൻ സ്വരൂപമായിട്ടാണ്, താമരക്കണ്ണനായിട്ടാണ് നിൽപ്പ്. കയ്യിലതാ ഓടക്കുഴലിങ്ങനെ പിടിച്ച് ഓടക്കുഴൽ ഊതുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ. താമരയിൽ ഇങ്ങനെ കാല് പിണച്ച് വെച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് ഇന്നത്തെ കളഭാലങ്കാര രൂപം. അതൊരു നല്ല കാഴ്ചയാണ്. ആ കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ജീവിതം ധന്യമാവുന്ന അവസ്ഥയാണ്. തിരുമുടിമാലകളുണ്ട്, പീലി ഉണ്ട്, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അതിങ്ങനെ കണ്ടാൽ എന്താ ഒരു രസം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ പൊന്നിൻ്റെ ഗോപിയുണ്ട്. പൊന്നിൻ്റെ ഗോപിയുടെ തിളക്കമൊക്കെ ഇങ്ങനെ നെക്ലസ് പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്, വളയം പോലത്തെ മാല ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആ തിളക്കം കൂടി, പൊന്നിൻ്റെ തിളക്കം കൂടി ആവുമ്പോൾ ആ കളഭം കൊണ്ടുള്ള അലങ്കാരത്തിന് 10 മടങ്ങ് ശോഭയാണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം നോക്കിക്കോളൂ, കണ്ടോളൂ, തൊഴുതോളൂ. എല്ലാവരും മനസ്സാ നാരായണ 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 ഗുരുവായൂരപ്പ എന്നിങ്ങനെ പല പല എന്താ പറയുക ഭക്തി കൊണ്ടുള്ള ആ മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് അവിടെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ. അപ്പോൾ എല്ലാവരും അത് കണ്ട് തൊഴുതോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ആ താമരക്കണ്ണൻ്റെ രൂപം കണ്ട് തൊഴുക. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരി. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. ആ കക്കാട് കൊച്ചോദിക്കനാണ് ആ കളഭം കൊണ്ട് ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ, ആ താമരക്കണ്ണനെ ചാർത്തിയിട്ടുള്ളത്. അപ്പം കണ്ട് തൊഴുക എല്ലാവരും മനസ്സിൽ അങ്ങോട്ട്. ഇപ്പം എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പം ഗുരുവായൂരപ്പൻ്റെ ആ തിരുമുമ്പിലാണ് എന്ന് മനസ്സിൽ അങ്ങോട്ട് നിരീക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലത്തെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ.
ഹരേ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പ. അത് നമ്മളിങ്ങനെ അവിടെ പോകുമ്പോൾ ഓരോരുത്തരുടെ ആ പ്രാർത്ഥനകൾ നമുക്കിങ്ങനെ കേൾക്കാമോ. ഉറക്കെ വിളിച്ചിട്ടും പതുക്കെ വിളിച്ചിട്ടും ചിരിച്ചിട്ടും കരഞ്ഞിട്ടും അങ്ങനെ ഓരോരുത്തരുടെ സങ്കടവും സന്തോഷവും ഒക്കെ നമുക്കിങ്ങനെ കാണാമല്ലോ. അപ്പം ഇങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മളവിടെ ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഇനി നമുക്കിങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ തടപ്പള്ളിയിരിക്കൊക്കെ നോക്കിയിട്ട് എന്താ പറയുക, രാവിലത്തെ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതൊക്കെ ആയ ആ തിടപ്പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ ആ സപ്തമാതാക്കളുടെയൊക്കെ ആ പ്രതിബിംബങ്ങൾ ഇങ്ങനെ കണ്ട് തൊഴുത് ഇനി നേരെ ആ വിഘ്നേശ്വരൻ്റെ അവിടത്തേക്ക് വന്ന് വിഘ്നേശ്വരനെ കണ്ട് വണങ്ങാം. അവിടെ ഏത്തടാം. അങ്ങനെ ഏത്തിട്ടിട്ട് നമുക്കിങ്ങനെ നടക്കാം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും തൊഴാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. സരസ്വതി ദേവീനെ കണ്ട് തൊഴുത് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ഇനി നമുക്ക് പ്രസാദം വാങ്ങാം. മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ അവിടെ പ്രസാദം തരും. അപ്പോൾ പ്രസാദം വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ അവിടെ നിന്ന് വാങ്ങാം. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് ഇനി നേരെ നമുക്ക് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കരിച്ച് ഗുരുവായൂരപ്പനോട് പറയാനുള്ളതൊക്കെ അവിടെ പറയാം. ആ മുന്നിൽ പെട്ടെന്ന് നിർത്തിയില്ലെങ്കിലും പുറകുവശത്ത് നമുക്ക് നമസ്കരിച്ചാൽ കുറച്ച് സമയമൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് അങ്ങനെ നേരെ ആ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമൊക്കെ ദർശിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ ആനന്ദപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. ആനന്ദപത്മനാഭസ്വാമിയുടെ അവിടെയൊക്കെ നല്ല അലങ്കാരം തന്നെയാണ്, കാണാനുണ്ട്. തുളസിപ്പൂവൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല മാലകൾ മുകളിലിങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദശാവതാര രൂപങ്ങൾ ഭാർഗവരാമനെയും ഒക്കെ ബലരാമനെയൊക്കെ കണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ കണ്ണനെയൊക്കെ കണ്ട് മുരുകസ്വാമീനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ ആഞ്ജനേയൻ അവിടെ എത്തിയിട്ട് ആഞ്ജനേയനെ കണ്ട് തൊഴാം. ആഞ്ജനേയന് നല്ല വെറ്റില മാലകളൊക്കെ ചണിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഹനുമാനെ കണ്ടിട്ട് നമ്മളിങ്ങനെ നേരെ നടക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ അപ്പുറത്ത് അങ്ങനെ രാധാകൃഷ്ണ പ്രതിമയൊക്കെ കാണാം. അതൊക്കെ കണ്ടിങ്ങനെ തൊഴുത് ഇനി നേരെ നമുക്ക് ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഇനി വീണ്ടും നമ്മൾ ഓവ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കിടന്നാൽ വീണ്ടും നമ്മുടെ താമരക്കണ്ണൻ്റെ സ്വരൂപം വീണ്ടും ഉണ്ടല്ലോ. അകത്തും പുറത്തും താമരക്കണ്ണനല്ലേ. അപ്പോൾ ഇന്ന് പുറത്തെ താമരക്കണ്ണനെയും പോയി തൊഴാം. ആ കൽപ്പക വൃക്ഷച്ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കണ്ട് നേരെ ഇനി നമ്മൾ വേണ്ടത് ആ മണിക്കിണറൊക്കെ കണ്ട് അതേപോലെ കണ്ണൻ്റെ നൃത്താറയിലേക്ക് വരുമ്പോൾ അവിടെ ആ കണ്ണൻ നമ്മളെടുത്ത് നൃത്തം ചെയ്യുന്ന പോലെ കാണാം. കിടാവിളക്ക് കാണാണ്ട്. അപ്പോൾ നമ്മളവിടെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. അങ്ങനെ അവിടേക്ക് കണ്ട് തൊഴുത് ആ കുറൂരമ്മേനെയും നാരദനെയും കൃഷ്ണവിഗ്രഹമൊക്കെ കണ്ടിങ്ങനെ വസുദേവരെയൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഇനി ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെയൊക്കെ പോയിട്ട് പ്രസാദമൊക്കെ വാങ്ങി നേരെ ആ ഭഗവതിയുടെ അടുത്തേക്ക് പോവുക. ഭഗവതിയുടെ അടുത്ത് വന്ന നേരെ തൊഴാം. അങ്ങനെ ഭഗവതി ഇന്ന് നല്ല അതിസുന്ദരിയായിട്ടാണ് വസ്ത്രാലങ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണു. നന്നായിട്ട് ചന്ദനം കൊണ്ട് മുഖപത്മൊക്കെ ചാർത്തിയിട്ടുള്ള ആ കാഴ്ച ഇങ്ങനെ കാണാം. നല്ല രസമാണ്. അമ്മേ ദേവി എന്ന് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മേനെ കണ്ട് തൊഴുതു ഇനി നമുക്ക് നേരെ ആ മമ്മിയൂരപ്പൻ്റെ നടയിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കാം. ഓം നമോ നമ ശിവായ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് മമ്മിയൂരപ്പനെ തൊഴുത് ഇനി നമുക്ക് അങ്ങനെ കുറച്ചിങ്ങനെ പതുക്കെ അങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം നോക്കി തൊഴാം. കൊടിമരത്തിൻ്റെ അധിയേനെ ഒന്നും കൂടിയും പോയാൽ നമ്മുടെ മായക്കണ്ണനെ കാണാൻ പറ്റുമോ നോക്കണ്ടേ. ആ താമരയിലിരിക്കുന്ന താമരക്കണ്ണനെ വേണുഗോപാലനെ, താമരയിൽ നിന്ന് ഊതുന്ന വേണുഗോപാലനെ കാണാനൊരു പ്രത്യേക ഐശ്വര്യമാണല്ലോ. അപ്പോൾ ഒന്നുകൂടിയും കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ അധിയേനെ നോക്കുമ്പോൾ ഒന്നുകൂടിയും കാണാം. അങ്ങനെ കണ്ട് നേരെ ഇനി കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് ഒന്ന് വന്ന് തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് തൊഴാം. അയ്യപ്പനും നന്നായിട്ട് ആ നീല പട്ടൊക്കെ എടുത്തിട്ടായിരിക്കണത്. നല്ലൊരു രസമാണ്.
ഭൂതനാഥസദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളൊന്ന് പ്രദക്ഷിണമായിട്ട് നേരെ ഇനി പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ നടയിൽ നിന്ന് ആ ദീപസ്തംഭമൊക്കെ നോക്കിയാൽ കാണാം. ആ കൊടിമരമൊക്കെ നോക്കി കണ്ട് തൊഴുത്ത് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പം എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് ഗുരുവായൂരപ്പനെ കണ്ടു, ഗുരുവായൂരപ്പനെ തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരമായ ആ കളഭാലങ്കാരമായ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ താമരയിൽ നിൽക്കുന്ന വേണു ഊതുന്ന വേണുഗോപാല സ്വരൂപത്തെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ. ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂ കേട്ടോ. എത്തട്ടെ, എല്ലാവർക്കും എത്തട്ടെ, എല്ലാവർക്കും അത് അറിവുണ്ടാവട്ടെ. ഉച്ചപൂജ നടക്കുന്ന സമയത്ത് നമ്മൾ ദർശനം നടത്തി എന്നുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് എത്തട്ടെ എല്ലാവരുടെയും. ഹരേ